കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ വരണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അമിത്ഷായെ അറിയിക്കണമെന്ന് കിരൺ റിജിജുവിനോട് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന്റെ നിർദ്ദേശം. ഇക്കാര്യം കേന്ദ്രമന്ത്രിയെ അറിയിക്കണമെന്നത് തന്റെ അഭ്യർത്ഥനയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ. Let me say, let him respond. I will read. No allegations of defamatory. One minute. Let him. That is not coming. He is responding to your question. No, he is responding to your question. I have already called one hour for Parliament about to respond. നോബിൾ മാരിക്കാരനിലേക്ക് പോവുകയാണ് വിശദാംശങ്ങൾക്കായി. നോബിൾ, എവിടെയാണ് അമിത്ഷാ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷം. ഇന്നും ആ ചോദ്യം തന്നെയാണ് നമ്മൾ കണ്ടതും കേട്ടതും. ഒടുവിൽ രാജ്യസഭാ സ്പീക്കർക്ക് തന്നെ ചെയർമാൻ തന്നെ ചോദിക്കേണ്ടി വരുന്നു, പറയേണ്ടി വരുന്നു കൃത്യമായിട്ടുള്ള ഉത്തരം എവിടെ കിട്ടുമെന്നുള്ളത്. ഇന്നിപ്പോൾ KC വേണുഗോപാലും പറയുന്നത് പാർലമെന്റിൽ ഒളിച്ചിരിക്കുകയാണ് അമിത്ഷാ എന്നായിരുന്നു. ശ്രുതി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർലമെന്റ് പ്രക്ഷുബ്ധമാവുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സഭയിൽ എത്താത്തതിനെ ചൊല്ലിയാണ്. വലിയ പ്രതിഷേധം ഇന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായി. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് അനുമതി നിഷേധിക്കുകയും പിന്നീട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അമിത്ഷാ സഭയിൽ എത്തണമെന്ന നിർദ്ദേശം കർശനമായി തന്നെ പറയുകയും ചെയ്തു. വലിയ തരത്തിൽ സഭാ നടപടിയിൽ പ്രക്ഷുബ്ധമാവുകയും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ബഹളം വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്തതിനിടയിലാണ് ഇപ്പോൾ CP രാധാകൃഷ്ണൻ എന്താണെങ്കിലും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ന നിലയിൽ തന്റെ ആവശ്യം പരിഗണിക്കണം, തന്റെ നിലപാട് അമിത്ഷയെ അറിയിക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം, അമിത്ഷാ ഇക്കാര്യങ്ങൾ അറിയിക്കണമെന്ന തന്റെ അഭ്യർത്ഥനയാണ് എന്നുകൂടി രാജ്യസഭാ അധ്യക്ഷൻ ഈ ചർച്ചയുടെ പ്രതിഷേധ വേളയിൽ വ്യക്തമാക്കുകയുണ്ടായി. അതായത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തണം എന്നാണ്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിക്കൂ എന്നാണ് പാർലമെന്ററി കാര്യമന്ത്രിയോട് കിരൺ റിജിജുവിനോട് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം പ്രതിപക്ഷമല്ല ഏത് മന്ത്രിസഭയിൽ വരാതിരിക്കണം എന്ന കാര്യം തീരുമാനിക്കുന്നത് എന്ന് അക്കാര്യത്തിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് കിരൺ റിജിജു എന്നിട്ടെന്ന് പറഞ്ഞെങ്കിലും വലിയ പ്രതിഷേധം ആ ഘട്ടത്തിൽ ഉണ്ടാവുകയായിരുന്നു. എന്താണെങ്കിലും നിരന്തരം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഉണ്ടായത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയെന്ന് ചോദ്യം ചോദിക്കുന്നത്. രാവിലെ KC വേണുഗോപാലാണെങ്കിൽ പോലും പാർലമെന്റ് ഏതോ മുറിയിൽ അമിത്ഷാ ഒളിച്ചിരിക്കുകയാണ് എന്ന നിലപാട് പങ്കുവയ്ക്കുകയും ചെയ്തു. പാർലമെന്റിൽ എല്ലാ ദിവസത്തിനും അമിത്ഷാ എത്തുകയും അദ്ദേഹം കഴിഞ്ഞ ദിവസം NDA യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ സഭാ നടപടികളുടെ ഭാഗമായി അദ്ദേഹം ഇരു സഭകളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് അത് വലിയ അതൃപ്തി അത്തരത്തിൽ വലിയ അതൃപ്തി പ്രതിപക്ഷത്തിലുണ്ട്. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും പ്രതിഷേധവുമായി പ്രതിപക്ഷം ശക്തമായി നടുത്തളത്തിൽ ഇറങ്ങി സഭാ നടപടികൾ പൂർണ്ണമായി സ്തംഭിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും രാജ്യസഭ എല്ലാ ദിവസവും സ്തംഭിക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ന നിലയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തണം എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാനുള്ള നിർദ്ദേശം CP രാധാകൃഷ്ണൻ കിരൺ റിജിജു നൽകിയത്. ഇക്കാര്യത്തിൽ RSSന് ചില അതൃപ്തിയുണ്ട്. കാരണം നിരന്തരം ഇത്തരത്തിൽ സഭയിൽ പ്രധാനമന്ത്രിയും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും എത്താത്തതിൽ RSSന് ചെറിയ അതൃപ്തി ഉണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും പ്രതിപക്ഷം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണം എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നു. സഭയിൽ എത്തി പ്രസ്താവന നടത്തണം എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നു. പ്രധാനമന്ത്രിയും സഭയിൽ എത്താത്തതിനെ പ്രതിപക്ഷം കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ സഭാ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭയിലാണെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ സമാനമായി തന്നെ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ വരണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അമിത്ഷായെ അറിയിക്കണമെന്ന് കിരൺ റിജിജുവിനോട് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.